നമസ്കാരം. എല്ലാവർക്കും SK അസ്ട്രോ ലൈഫിലേക്ക് സ്വാഗതം. മിഥുനം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസഫലങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഗുണവർദ്ധനവിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണിത്. അതിനു മുമ്പായി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മിഥുനം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളാണ് മകീരം, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് 10ാം ഭാവത്തിലെ ശനിയുടെ സ്വാധീനമാണ്. തൊഴിൽ, പദവി, സമൂഹത്തിലെ അംഗീകാരം, കരിയർ വളർച്ച എന്നിവയിൽ ശനി ശക്തമായ ഫലങ്ങൾ നൽകുന്ന സമയമാണ്. അതിനാൽ ഇതുവരെ ചെയ്ത കഠിനാധ്വാനത്തിന് അംഗീകാരവും പുരോഗതിയും ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിനോടൊപ്പം ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും ലഭിക്കുന്നതിനാൽ ശനിയുടെ കഠിനഫലങ്ങൾ കുറയുന്നതായിരിക്കും. അതുപോലെ തന്നെ പരിശ്രമങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. പുതിയ ഉത്തരവാദിത്തങ്ങൾ, സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്നിവയ്ക്കൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. ഓഗസ്റ്റ് 6 ബുധൻ്റെ സ്വാധീനം ശക്തമാകുന്ന ഘട്ടമാണ്. ആയതിനാൽ ആശയവിനിമയം, ബുദ്ധിശക്തി, പഠനം, വ്യാപാരം, കരാറുകൾ, അഭിമുഖങ്ങൾ എന്നിവയിൽ അനുകൂലമായ അന്തരീക്ഷം ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. ചൊവ്വ മിഥുനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ ആത്മവിശ്വാസം, പ്രവർത്തന വേഗം, തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നിവയൊക്കെ വർദ്ധിക്കാം. അതേസമയം സംസാരത്തിൽ എടുത്തുചാട്ടവും ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാതെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കാം. ചിലർക്ക് സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ശമ്പള വർധനവിനെ കുറിച്ചൊക്കെയുള്ള വാർത്തകളൊക്കെ ലഭിക്കാനിടയുണ്ട്. സർക്കാർ, വിദ്യാഭ്യാസം, IT, മീഡിയ, മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലയിൽ ഉള്ളവർക്ക് നല്ല അവസരങ്ങളൊക്കെ ഉണ്ടാകാം. ഗുരുവിൻ്റെ അനുഗ്രഹം സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ സഹായിക്കുന്നു അതായിട്ടാണ് കാണുന്നത്. കുടിശ്ശികയായി കിട്ടാനുള്ള തുകയൊക്കെ ലഭിക്കാനും പുതിയ വരുമാന മാർഗങ്ങളൊക്കെ തുറക്കാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യ ചെലവുകളൊക്കെ നിയന്ത്രിച്ചാൽ കൂടുതൽ നേട്ടമുണ്ടാക്കാനാകും. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകളൊക്കെ കേൾക്കാനിടയുണ്ട്. ബന്ധങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകളൊക്കെ മാറുകയും പരസ്പര ധാരണയൊക്കെ വർദ്ധിക്കുകയൊക്കെ ചെയ്യാം. വിദ്യാർത്ഥികൾക്ക് പഠനം, മത്സര പരീക്ഷ, വിദേശ പഠനം എന്നിവ ഒക്കെ ലക്ഷ്യമിടുന്നവർക്ക് ഈ മാസം കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നു. കാരണം ബുധൻ്റെ സ്വാധീനം പഠനത്തിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കും. ആരോഗ്യമൊക്കെ പൊതുവെ തൃപ്തികരമായിരിക്കും. അമിത ജോലി, ഉറക്കക്കുറവ് എന്നിവ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശരിയായ വിശ്രമം ആരോഗ്യത്തിന് ഗുണം ചെയ്യും. ഗുണവർദ്ധനവിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ: ബുധനാഴ്ച മഹാവിഷ്ണുവിനെയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെയോ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക. ഗുരുജനങ്ങളെയും അധ്യാപകരെയും ആദരിക്കുകയും ആവശ്യമുള്ളവർക്ക് ദാനമൊക്കെ നൽകുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് നല്ല കർമ്മമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇത് പൊതുവായ ഫലങ്ങളാണ്. വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹസ്ഥാനങ്ങളൊക്കെ അനുസരിച്ച് ഫലങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടാകാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.